കേരള വികസനത്തിനായുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ. സമഗ്ര സാമ്പത്തിക, സാമൂഹിക പുരോഗതിക്കായുള്ള ഒരു സമർപ്പണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, കേരളത്തിലെ ഒരു പൗരനെന്ന നിലയ്ക്കും വിവിധ പ്രദേശങ്ങളിലെ വികസന മാതൃകകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്കും കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക വികസനത്തിനും സംഭാവന നൽകാൻ ഉതകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഏതാനും നിർദ്ദേശങ്ങൾ വിനയപൂർവ്വം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വരുമാനം വർദ്ധിപ്പിക്കാനും ഭരണം മെച്ചപ്പെടുത്താനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നമ്മുടെ പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താനും സാധ്യതയുള്ള പ്രായോഗിക ആശയങ്ങൾ പങ്കുവയ്ക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. 1. തൃശൂർ വഞ്ചിക്കുളം ജലപാതയുടെ പുനരുജ്ജീവനവും വികസനവും. തൃശൂരിലെ ചരിത്രപ്രസിദ്ധമായ വഞ്ചിക്കുളം ജലപാതയ്ക്ക് കടലുമായി നേരിട്ട് കണക്ടിവിറ്റിയുണ്ട്. കൂടാതെ ഇത് തൃശൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ജലപാത പുനരുജ്ജീവിപ്പിക്കുന്നതിലൂടെ യാത്രക്കാരുടെ സഞ്ചാരത്തിനും പാഴ്സൽ നീക്കത്തിനുമായി ഒരു സംയോജിത റെയിൽ ജലഗതാഗത സംവിധാനം സൃഷ്ടിക്കാൻ സാധിക്കും. കൊച്ചി വാട്ടർ മെട്രോ മാതൃകയിൽ കുറഞ്ഞ ചെലവിലുള്ള ബോട്ട് സർവീസുകൾ ഇവിടെ ആരംഭിക്കാവുന്നതാണ്. ഇത് തുറമുഖങ്ങളും ആഭ്യന്തര ജലഗതാഗത ശൃംഖലകളും വികസിപ്പിക്കുക എന്ന സർക്കാരിന്റെ കാഴ്ചപ്പാടിന് പിന്തുണയേകും. ജലപാത ഇപ്പോഴും പ്രവർത്തനക്ഷമമായതിനാൽ താരതമ്യേന കുറഞ്ഞ നിക്ഷേപത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ സാധിച്ചേക്കും. കടലിലേക്ക് നേരിട്ട് പ്രവേശനമുള്ളതിനാലും തൃശൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായതിനാലും ഈ പദ്ധതി മധ്യ കേരളത്തിലെ പൊതുഗതാഗതത്തിന്റെയും പാഴ്സൽ ഗതാഗതത്തിന്റെയും ശൈലി തന്നെ മാറ്റിയേക്കാം. ഇതിലൂടെ ട്രെയിനുകൾക്ക് ജലഗതാഗതത്തിനുമിടയിൽ പാഴ്സലുകളും സാധനങ്ങളും എളുപ്പത്തിൽ കൈമാറുവാൻ കഴിയും. വാട്ടർ മെട്രോ പോലുള്ള ബോട്ടുകൾ സജ്ജീകരിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ 17 തുറമുഖങ്ങളും അനുബന്ധ ജലഗതാഗത ചരക്കുനീക്ക സംവിധാനങ്ങളും വികസിപ്പിക്കാനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിന് ഇത് വലിയൊരു ഉത്തേജനമാകും. എനിക്കറിയാവുന്നിടത്തോളം തിരുവനന്തപുരം, പുത്തനാർ മുതൽ മധ്യകേരളം വരെയുള്ള സമാനമായ ജലഗതാഗത കനാലുകൾ KSRTCയുമായി സംയോജിപ്പിച്ച് ഇലക്ട്രിക് ബോട്ടുകൾ ഉപയോഗിച്ചുള്ള കുറഞ്ഞ ചെലവിലുള്ള ഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ്. 2. ഇന്റഗ്രേറ്റഡ് കേരള ടൂറിസം കോർപ്പറേഷൻ. ഇക്കോണമി, സ്റ്റാൻഡേർഡ്, പ്രീമിയം എന്നീ വിഭാഗങ്ങളിൽ പൂർണ്ണമായി യാത്രാ പാക്കേജുകൾ വാഗ്ദാനം ചെയ്യുന്നതിനായി IRCTC പോലുള്ള ഒരു വെബ്സൈറ്റോ മൊബൈൽ ആപ്പോ ഉള്ള സർക്കാർ പിന്തുണയോടെയുള്ള ഒരു ടൂറിസം സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കാവുന്നതാണ്. വിനോദസഞ്ചാരികൾക്ക് പൈതൃക വിനോദസഞ്ചാരം, ആയുർവേദ വെൽനസ് ടൂറിസം, വന്യജീവി വിനോദസഞ്ചാരം, കായൽ ടൂറിസം, ബീച്ച് ടൂറിസം, ഹിൽ സ്റ്റേഷൻ ടൂറിസം, ജില്ലാതല ടൂറുകൾ, അഡ്വഞ്ചർ ടൂറിസം എന്നിവയുൾപ്പെടെയുള്ള സമ്പൂർണ്ണ യാത്രകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കണം. വിദേശത്തു നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വരുന്നവർക്ക് ഈ പോർട്ടൽ വഴി തങ്ങൾക്ക് ആവശ്യമുള്ള പാക്കേജുകൾ നേരിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഈ പ്ലാറ്റ്ഫോമിന് പ്രാദേശിക ട്രാവൽ ഓപ്പറേറ്റർമാർ, ഹോട്ടലുകൾ, കർഷകർ, സഹകരണ സംഘങ്ങൾ, കുടുംബശ്രീ, സ്വയം സഹായ സംഘങ്ങൾ എന്നിവരുമായി സഹകരിക്കാൻ കഴിയും. ഇത് കേരളത്തിലുടനീളം വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉറപ്പാക്കും. 3. സംയോജിത ആരോഗ്യ പരിപാലന മാതൃക. ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് കെയർ മോഡൽ. ശാസ്ത്രീയമായി അനുയോജ്യമായ ഇടങ്ങളിലെല്ലാം ആധുനിക വൈദ്യശാസ്ത്രം, ആയുർവേദം, ഹോമിയോപ്പതി എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ട് കേരളത്തിന് ഒരു സമഗ്ര ആരോഗ്യ പരിപാലന സമീപനത്തിന് തുടക്കമിടാൻ കഴിയും. ഉദാഹരണത്തിന്, കീമോതെറാപ്പി, റേഡിയേഷൻ ചികിത്സകൾ നടക്കുമ്പോൾ രോഗിയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനോ പൊതുവായ ആരോഗ്യം നിലനിർത്തുന്നതിനോ ആയി ചില അനുബന്ധ ആയുർവേദ മരുന്നുകൾ നൽകാം. പല ചികിത്സകളിലും ആയുർവേദത്തിന് ആധുനിക വൈദ്യശാസ്ത്രത്തെ പിന്തുണയ്ക്കാൻ കഴിയും. എന്നാൽ ഇതിനായി തുറന്ന മനസ്സുള്ള ഡോക്ടർമാരെ ചർച്ചകളിൽ പങ്കാളികളാക്കുകയും കൃത്യമായ ചെക്ക് ലിസ്റ്റുകളുള്ള ഒരു സിസ്റ്റം നിർമ്മിക്കുകയും വേണം. അതുപോലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സാധാരണ പനി പോലുള്ള രോഗങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സകൾ പലപ്പോഴും കൂടുതൽ ഫലപ്രദമാണ്. ഇത് സാധാരണ ചികിത്സാ രീതികളുമായി സംയോജിപ്പിക്കാം. നിലവിലുള്ള ഡിസ്പെൻസറികളെയും ആരോഗ്യ കേന്ദ്രങ്ങളെയും ക്രമേണ ഇത്തരം സംയോജിത ചികിത്സാ കേന്ദ്രങ്ങളായി മാറ്റിയെടുക്കാൻ കഴിയും. ഇത്തരമൊരു സംരംഭം കേരളത്തെ ഒരു ആഗോള മെഡിക്കൽ ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തും. 4. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളും പൗരബോധ പഠനവും. അക്കാദമിക പഠനത്തോടൊപ്പം പ്രായോഗിക ജീവിത നൈപുണ്യങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. താഴെ പറയുന്ന വിഷയങ്ങൾ 10ാം ക്ലാസ് വരെ സ്റ്റേറ്റ്, CBSE, ICSE വ്യത്യാസമില്ലാതെ പ്രായോഗിക പഠന മൊഡ്യൂളുകളായി ഉൾപ്പെടുത്താവുന്നതാണ്. റോഡ് സുരക്ഷയും ട്രാഫിക് ബോധവൽക്കരണവും. മാലിന്യ സംസ്കരണം. നീന്തലും ജീവൻ രക്ഷിക്കാനുള്ള നൈപുണ്യങ്ങളും. അടിസ്ഥാന ആരോഗ്യ ബോധവൽക്കരണം. ഉത്തരവാദിത്തമുള്ള മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗം. സ്വകാര്യതയും സൈബർ സുരക്ഷയും. മാനുഷിക മൂല്യങ്ങളും പൗരബോധവും.
കൂടാതെ പൊതുവിദ്യാലയങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാനുമായി സർക്കാർ സ്കൂളുകളിൽ CBSE സ്ട്രീമുകൾ ആരംഭിക്കുന്നത് പരിഗണിക്കാവുന്നതാണ്. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപന നിയമനങ്ങൾ PSC പോലുള്ള സുതാര്യവും മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ളതുമായ സംവിധാനങ്ങളിലൂടെയാക്കണം. മാനേജ്മെന്റുകൾ കോടികൾ കൈക്കൂലി വാങ്ങി അധ്യാപകരെ നിയമിക്കുന്ന രീതിക്ക് പകരം ഇത് പൂർണ്ണമായും PSC വഴി മാറ്റണം. ഏത് മേഖലയിലായാലും സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന ആരെയും PSC വഴി മാത്രമേ നിയമിക്കാവൂ. 5. ഗതാഗതവും റോഡ് സുരക്ഷാ പരിവർത്തനവും. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കായി വർഷം തോറും നിർബന്ധിത റീഫ്രഷർ കോഴ്സുകൾ ഏർപ്പെടുത്തുന്നത് റോഡ് സുരക്ഷ ഗണ്യമായി മെച്ചപ്പെടുത്തും. നിലവിലെ മോട്ടോർ വാഹന വകുപ്പും അതിന്റെ ഓഫീസുകളും ഇത്തരമൊരു സംവിധാനം തുടങ്ങാൻ അനുയോജ്യമല്ല. കാരണം അവരിത് മറ്റൊരു കൈക്കൂലി അവസരമാക്കി മാറ്റും. അഴിമതി തടയുന്നതിനുള്ള ആദ്യപടിയായി ഡ്രൈവിംഗ് സ്കൂളുകളെയും ഏജന്റുമാരെയും കർശനമായി നിരീക്ഷിക്കുകയും ഈ സംവിധാനം പുനഃക്രമീകരിക്കുകയും വേണം. ഡ്രൈവിംഗ് സ്കൂളുകളും ലൈസൻസിംഗ് രീതികളും കൂടുതൽ ഫലപ്രദമായി ആധുനീകരിക്കുകയും നിരീക്ഷിക്കുകയും വേണം. ഇതിനു പുറമെ KSRTC, ഇലക്ട്രിക് ഗതാഗതം, ജലഗതാഗതം എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഏകീകൃത പൊതുഗതാഗത മാതൃകയ്ക്ക് സുസ്ഥിരവും കാര്യക്ഷമവുമായ ഒരു ഗതാഗത സംവിധാനം സൃഷ്ടിക്കാൻ കഴിയും. 6. തൃശൂർ റൗണ്ട് സ്മാർട്ട് സിറ്റി വിഷൻ. ഞാൻ തൃശൂർ സ്വദേശിയായതിനാൽ തൃശൂർ റൗണ്ടിനെ കേന്ദ്രീകരിച്ച് ഒരു സ്വപ്ന പദ്ധതി നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അസാധാരണമായ ദീർഘവീക്ഷണത്തോടെ രൂപകൽപ്പന ചെയ്ത സവിശേഷമായ ഒരു നഗര ഇടമാണ് തൃശൂർ റൗണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആംഫി തിയേറ്റർ മാതൃകയിലാണ് തൃശൂർ റൗണ്ട് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ എത്തിയാലും തൃശൂർ പൂരം നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എളുപ്പത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നത്. നിലവിലെ മന്ത്രാലയത്തിന് ഈ സ്വപ്ന പദ്ധതിക്ക് തുടക്കമിടാനുള്ള അവസരമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൗണ്ടിന് ചുറ്റുമുള്ള ബിസിനസ്സുകാരുടെയും കടയുടമകളുടെയും സഹകരണത്തോടെ തൃശൂർ റൗണ്ടിൽ ഒരു യഥാർത്ഥ സ്മാർട്ട് സിറ്റി നിർമ്മിക്കുക. ഒരു ആംഫി തിയേറ്റർ മാതൃകയിൽ ബഹുനില കെട്ടിട സമുച്ചയം നിർമ്മിക്കാവുന്നതാണ്. ഈ കെട്ടിടത്തിന്റെ നിലകളുടെ എണ്ണം മുന്നിൽ നിന്നും പിന്നിലേക്ക് പോകുന്തോറും വർദ്ധിക്കണം. മുന്നിൽ 6-7 വരികൾ ആംഫി തിയേറ്റർ പോലെയും ഏറ്റവും പുറകിലെ വട്ടത്തിൽ 10 നിലകൾ വരെയുള്ള കെട്ടിടങ്ങളും നിർമ്മിക്കാം. നിലവിലുള്ള കടയുടമകൾക്ക് പുതിയ കെട്ടിടങ്ങളിൽ കൂടുതൽ സ്ഥലം നൽകിയാൽ ജനങ്ങൾ ഇതിനോട് പൂർണ്ണമായും സഹകരിക്കും. കെട്ടിടത്തിന്റെ മുകൾ നിലകൾ ഫുഡ് കോർട്ടുകൾക്കായും അമ്യൂസ്മെന്റ് പാർക്കുകൾക്കായും ഉപയോഗിക്കാം. ചൈനയിൽ ഇത്തരം ആകാശത്തൊട്ടുകളായ കെട്ടിടങ്ങൾക്കിടയിലൂടെ മെട്രോ ട്രെയിനുകൾ സഞ്ചരിക്കുന്ന സമാനമായ നിരവധി മാതൃകകൾ കാണാം. ഈ ദീർഘകാല പുനർവികസന പദ്ധതിയിലൂടെ ഈ പ്രദേശത്തെ താഴെ പറയുന്ന സൗകര്യങ്ങളുള്ള ഒരു ലോകോത്തര സ്മാർട്ട് സിറ്റി മേഖലയാക്കി മാറ്റാൻ കഴിയും. റൗണ്ടിനു ചുറ്റും ഏകീകൃത വാസ്തുവിദ്യാ ശൈലി, യൂണിഫോം ആർക്കിടെക്ചറൽ ഡിസൈൻ, ബഹുനില വാണിജ്യ സമുച്ചയങ്ങൾ, മൾട്ടി ലെവൽ കൊമേഴ്ഷ്യൽ കോംപ്ലക്സസ്, വലിയ ഭൂഗർഭ പാർക്കിംഗ് സൗകര്യങ്ങൾ, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്, ഫുഡ് കോർട്ടുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും, സ്മാർട്ട് പൊതു ഇൻഫ്രാസ്ട്രക്ചർ. സിയാൽ അതായത് നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലുള്ള വിജയകരമായ ഇൻഫ്രാസ്ട്രക്ചർ മാതൃകകൾക്ക് സമാനമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഒരു പ്രത്യേക ഉദ്ദേശ്യ കമ്പനി രൂപീകരിക്കുന്നത് പരിഗണിക്കാം. ആരെങ്കിലും ഇത്തരമൊന്ന് നിർമ്മിച്ചാൽ അവർ കേരള ചരിത്രത്തിലെ അടുത്ത ശക്തൻ തമ്പുരാനായി മാറും. 7. കേരള സേവന കേന്ദ്രം ഭരണ പരിവർത്തനം. പാസ്പോർട്ട് സേവാ കേന്ദ്രം മാതൃക പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ പാസ്പോർട്ട് സേവനങ്ങളെ വിജയകരമായി മാറ്റിമറിച്ചു. ഇതിന് സമാനമായി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ പൗരന്മാർക്ക് എല്ലാ സർക്കാർ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കേരള സേവന കേന്ദ്രങ്ങൾ സംവിധാനം സ്ഥാപിക്കാവുന്നതാണ്. TCS പഴയ പാസ്പോർട്ട് ഓഫീസുകളെ എളുപ്പമുള്ളതും മികച്ചതുമായ കേന്ദ്രങ്ങളാക്കി മാറ്റിയതുപോലെയാണിത്. ഇതിലൂടെ സേവന വിതരണം സുതാര്യവും കാര്യക്ഷമവും സമയബന്ധിതവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായി മാറും. സർക്കാർ ഉദ്യോഗസ്ഥർ പ്രധാനമായും അനുമതികൾ നൽകുന്നതിലും ഭരണത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാകും. സർക്കാർ ഉദ്യോഗസ്ഥർ അനുമതികൾക്കായി അവസാന ലെയറിൽ മാത്രം ഉള്ളതിനാൽ അഴിമതി തടയാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും എല്ലാ പദ്ധതികളും സമയബന്ധിതമായി നടപ്പിലാക്കാനും സാധിക്കും. കൂടാതെ എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുകയും വേണം. നിലവിലുള്ള ഭരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. ഇത് നടപ്പിലാക്കിയാൽ ഇതൊരു വലിയ ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. 8. ലോജിസ്റ്റിക്സും തുറമുഖ ആവാസ വ്യവസ്ഥയും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കേരളത്തെ മാറ്റിമറിക്കാനുള്ള വലിയ സാധ്യതകളുണ്ട്.
പ്രധാന തുറമുഖങ്ങൾക്ക് അനുബന്ധമായി ലോജിസ്റ്റിക് പാർക്കുകൾ, മിനി തുറമുഖങ്ങൾ, മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഹബ്ബുകൾ, മെച്ചപ്പെട്ട കണക്ടിവിറ്റി എന്നിവ ഒരുക്കുന്നതിലൂടെ കേരളത്തെ ഇന്ത്യയുടെ പ്രമുഖ ലോജിസ്റ്റിക് ഗേറ്റ്വേയാക്കി മാറ്റാൻ സാധിക്കും. വിഴിഞ്ഞവും അനുബന്ധ പദ്ധതികളും വഴി കേരളത്തിനു മാത്രമല്ല ഭാരതത്തിനു മുഴുവനായും എളുപ്പത്തിൽ വലിയ മാറ്റങ്ങൾ കൈവരിക്കാനാകും. 9. സൗരോർജ്ജവും ഊർജ്ജ സ്വാതന്ത്ര്യവും. താഴെ പറയുന്ന മാർഗങ്ങളിലൂടെ കേരളം സൗരോർജ്ജ വിനിയോഗം ശക്തമായി വ്യാപിപ്പിക്കണം. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ്, പമ്പ്ഡ് സ്റ്റോറേജ് പ്രൊജക്ടുകൾ, പൊതു സ്വകാര്യ നിക്ഷേപങ്ങൾ, സ്മാർട്ട് ഗ്രിഡ് ആധുനികവൽക്കരണം. ഇത് ഊർജ്ജ സുരക്ഷ മെച്ചപ്പെടുത്തുകയും ദീർഘകാല ചെലവുകൾ കുറയ്ക്കുകയും വീടുകൾക്ക് കൂടുതൽ ഊർജ്ജ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യും. സൗരോർജ്ജമാണ് പ്രധാന വഴി. എന്നാൽ അത് എങ്ങനെയാണ് കേരളത്തിന്റെ പ്രധാന ഊർജ്ജ സ്രോതസ്സാക്കി മാറ്റാമെന്ന് KSEB ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പമ്പ്ഡ് സ്റ്റോറേജുകളും ബസ്സുകളും കൃത്യമായി ക്രമീകരിച്ച് പരമാവധി സൗരോർജ്ജം പ്രയോജനപ്പെടുത്തണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം പോലെ ഓരോ വീട്ടുടമസ്ഥനും ഊർജ്ജ സ്വാതന്ത്ര്യവും ഇതിലൂടെ ലഭിക്കും. 10. ആധുനിക വിനോദ ഇൻഫ്രാസ്ട്രക്ചർ. മാനസികാരോഗ്യത്തിലും സാമൂഹിക ക്ഷേമത്തിലും പൊതുവിനോദങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആധുനിക കമ്മ്യൂണിറ്റി ഗ്രൗണ്ടുകൾ, കായിക സൗകര്യങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള സാംസ്കാരിക പരിപാടികൾ എന്നിവ യുവാക്കൾക്ക് നല്ലൊരു ബദൽ നൽകുകയും മയക്കുമരുന്ന് ഉപയോഗം, അമിതമായ ഡിജിറ്റൽ അടിമത്തം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കുകയും ചെയ്യും. കേരളത്തിലെ ജനങ്ങൾക്ക് വിനോദത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. മുൻകാലങ്ങളിൽ പൂരങ്ങളും പെരുന്നാളുകളും എല്ലാ വിഭാഗം ജനങ്ങൾക്കും കളിക്കളങ്ങൾ യുവാക്കൾക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള വഴികളായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂരങ്ങളും പെരുന്നാളുകളും പഴയ സാങ്കേതിക വിദ്യകളിലും അപകടകരമായ പടക്കങ്ങളിലും ഒതുങ്ങിപ്പോയിരിക്കുന്നു. ഇവ സിംഗപ്പൂർ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ പോലെ ലോകോത്തരമായ റിമോട്ട് കൺട്രോൾഡ് മനോഹരമായ വെടിക്കെട്ടുകളാക്കി മാറ്റണം. ഇത് നമ്മുടെ ടൂറിസം ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കും. എല്ലാ വാർഡുകളിലും ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ കുറഞ്ഞത് 2-3 വാർഡുകൾക്ക് ഒരു പൊതു ഗ്രൗണ്ടെങ്കിലും ഉണ്ടായിരിക്കണം. ഇത് യുവാക്കളെ കൂടുതൽ കായിക രംഗത്തേക്ക് കൊണ്ടുവരികയും മയക്കുമരുന്ന്, മൊബൈൽ അഡിക്ഷൻ എന്നിവയിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യും. 11. പൗരബോധവും പൊതുജന സുരക്ഷാ മിഷനും. സാക്ഷരതാ മിഷന്റെ മാതൃകയിൽ താഴെ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക പദ്ധതി ആരംഭിക്കാവുന്നതാണ്. ഡിജിറ്റൽ സാക്ഷരത, സൈബർ ക്രൈം ബോധവൽക്കരണം, സ്വകാര്യതാ സംരക്ഷണം, ഉത്തരവാദിത്തമുള്ള മൊബൈൽ ഉപയോഗം, പൊതുമര്യാദകൾ, മാലിന്യ സംസ്കരണ ബോധവൽക്കരണം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, മുതിർന്ന പൗരന്മാരുടെ വകുപ്പ് എന്നിവ പോലെ പൊതുസുരക്ഷയും പൗരബോധവും മെച്ചപ്പെടുത്തുന്നതിനായി നിലവിലുള്ള ഒരു വകുപ്പോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രത്യേക വകുപ്പോ രൂപീകരിക്കണം. നമ്മൾ സാക്ഷരതാ മിഷനിൽ ചെയ്തതുപോലെ ഓരോ പൗരനെയും ഇത് പഠിപ്പിക്കണം. കൃത്യമായ പരിശീലനമില്ലാതെയാണ് പലരും മൊബൈൽ AI യുഗത്തിലേക്ക് കടന്നു വന്നത്. ഒരു സമൂഹത്തിൽ എങ്ങനെ മൊബൈൽ ഉപയോഗിക്കണമെന്ന് അവർക്കറിയില്ല. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. മൊബൈൽ ഉപയോഗത്തിലെ അടിസ്ഥാന മര്യാദകളുടെ കുറവ് വലിയൊരു പ്രശ്നമാണ്. അതിനാൽ ഈ വകുപ്പ് വോളണ്ടിയർമാരുടെ സഹായത്തോടെ ജനങ്ങളെ മൊബൈൽ ഉപയോഗം, സൈബർ കുറ്റകൃത്യങ്ങൾ, വ്യക്തിഗത സ്വകാര്യത എന്നിവയെക്കുറിച്ച് ബോധവൽക്കരിക്കണം. അല്ലെങ്കിൽ ഇതിനെ നവീകരിച്ച ഹരിത കർമ്മസേനയുമായി സംയോജിപ്പിച്ച് അടിസ്ഥാന മാലിന്യ നിർമ്മാർജ്ജന ക്ലാസുകളും ഇതിന്റെ ഭാഗമാക്കാവുന്നതാണ്. 12. കേരളത്തിലുടനീളം IT ആവാസ വ്യവസ്ഥയുടെ വിപുലീകരണം. കേരളത്തിന് ഏറ്റവും എളുപ്പത്തിൽ വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന വലിയൊരു മേഖലയാണ് IT. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വിവിധ ജില്ലകളിലും മുനിസിപ്പാലിറ്റികളിലും താൽപ്പര്യമുള്ള പഞ്ചായത്തുകളിലും ആധുനിക IT പാർക്കുകൾ വികസിപ്പിക്കുന്നത് ജനങ്ങൾക്ക് അവരുടെ വീടുകൾക്ക് സമീപം തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. ബഹുനില IT ഇൻഫ്രാസ്ട്രക്ചറുകളും പ്രമുഖ സാങ്കേതിക കമ്പനികളുമായുള്ള കൃത്യമായ ഇടപെടലുകളും നിക്ഷേപം ആകർഷിക്കാനും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും സഹായിക്കും. പ്രമുഖ IT കമ്പനികളുമായി സഹകരിച്ച് എല്ലാ മുനിസിപ്പാലിറ്റികളിലും അല്ലെങ്കിൽ താൽപ്പര്യമുള്ള ഗ്രാമപഞ്ചായത്തുകളിലും IT പാർക്കുകൾ ആരംഭിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കെട്ടിടങ്ങളിൽ പിന്നീട് കമ്പനികളെ കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഉള്ള IT പാർക്കുകളിലെ പോലെ 2 അല്ലെങ്കിൽ 3 നില കെട്ടിടങ്ങൾക്ക് പകരം വലിയ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുക. ഇത് ഭൂമിയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കും. തെലങ്കാന മുഖ്യമന്ത്രി കിറ്റക് സാബുവിനെ ക്ഷണിച്ചതുപോലെ നമുക്ക് IT കമ്പനി CEOമാരെ വ്യക്തിപരമായി ക്ഷണിച്ച് അവർക്ക് സ്ഥലവും ലീസ് സൗകര്യങ്ങളും അതോടൊപ്പം CSR അവസരങ്ങളും നൽകണം. തീർച്ചയായും അവർക്ക് നിരസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ വാഗ്ദാനം ചെയ്യണം. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളാണ്. 13. കാർഷിക സ്റ്റാർട്ടപ്പുകളും തരിശുഭൂമി വിനിയോഗവും. കാർഷിക അധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾക്ക് കേരളത്തിലെ ഉപയോഗശൂന്യമായ ഭൂമി വിഭവങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു.
തരിശു കിടക്കുന്ന ഭൂമിയുടെ സാങ്കേതിക വിദ്യാധിഷ്ഠിത ഡാറ്റാബേസ് നിർമ്മിക്കാൻ കഴിയും. ഇത് സംരംഭകർക്കും കർഷക കൂട്ടായ്മകൾക്കും ഭൂവുടമകളുമായി ലാഭം പങ്കിടുന്ന വ്യവസ്ഥയിൽ കൃഷി ചെയ്യാൻ അവസരമൊരുക്കും. വിളകളുടെ മൂല്യവർദ്ധനവ് സ്റ്റാർട്ടപ്പുകളുടെ സഹായത്തോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മറ്റൊരു പ്രധാന മേഖലയാണ്. 14. കേരളത്തിന്റെ തന്ത്രപ്രധാനമായ വരുമാന സ്രോതസ്സുകൾ. എന്റെ കാഴ്ചപ്പാടിൽ വരും ദശകങ്ങളിൽ കേരളത്തിന്റെ പ്രധാന വളർച്ചാ മേഖലകൾ ഇവയായിരിക്കണം: വിവരസാങ്കേതിക വിദ്യ, തുറമുഖങ്ങളും ലോജിസ്റ്റിക്സും, വിനോദസഞ്ചാരം, കൃഷിയും ആരോഗ്യ സംരക്ഷണവും. ഈ മേഖലകളിലെ കൃത്യമായ നിക്ഷേപങ്ങൾക്കും പരിഷ്കരണങ്ങൾക്കും സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതോടൊപ്പം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഗണ്യമായി ശക്തിപ്പെടുത്താനും കഴിയും. ഈ നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ സമയം ലഭിച്ചതിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. കേരളത്തിന് കൂടുതൽ സാമ്പത്തിക സമൃദ്ധിയും സാമൂഹിക പുരോഗതിയും കൈവരിക്കാൻ സഹായിക്കുന്ന ആശയങ്ങൾ പങ്കുവയ്ക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഈ നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടുതൽ പരിശോധിച്ചാൽ ഞാനത് വലിയൊരു ബഹുമതിയായി കരുതുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് സമൃദ്ധമായ ഒരു ഭാവി രൂപപ്പെടുത്തുന്നതിൽ നിങ്ങൾക്കും കേരള സർക്കാരിന് എല്ലാ വിജയങ്ങളും നേരുന്നു.